കഥം തർഹി പ്രേത്യസജ്ഞാനാസ്ഥിതിച്ചേശ്വരത്ര വിദ്യാകൽപിതേ കാര്യകരണ സംഘാതുപാധിജനത്തെ വിശേഷാത്മനിഖില്യഭാവേ യസ്മാദ്വൈതമിവ പരമാർത്ഥതോ അദ്വൈതേ ബ്രഹ്മണി ദ്വൈതമിവ ഭിന്നമിവ വസ്തുന്തരം ആത്മനോപലക്ഷ്യതേ. പറയുന്നത് എത്ര ഹി ദ്വൈതമിവ, ഇവിടെ ഇവ ശബ്ദം പ്രയോഗിച്ചു. ദ്വൈതം എന്നല്ല പറയുന്നത്. ദ്വൈതത്തെ അംഗീകരിച്ചാൽ പിന്നെ എങ്ങനെ അദ്വൈതം ശരിയാണ്? ദ്വൈതം നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ദ്വൈതത്തെ അംഗീകരിക്കാൻ നിവൃത്തിയില്ല. അദ്വൈതമാണ് പരമാർത്ഥം, സത്യം. പിന്നെ ദ്വൈതമോ, അത് ദ്വൈതം ഇവ, ദ്വൈതം പോലെ. ഉള്ള ദ്വൈതത്തെ നിഷേധിക്കാനല്ല, ഉണ്ടെങ്കിൽ നിഷേധിക്കാൻ കഴിയില്ല. ആണ് ദ്വൈതം ഇവ ഭിന്നമിവ വസ്തുന്തരം ആത്മനോപലക്ഷ്യതേ. തന്നിൽ നിന്ന് അന്യവസ്തുക്കൾ ഉള്ളതുപോലെ അനുഭവപ്പെടുന്നത് ഇത് അദ്വൈതത്തിലെ ഏറ്റവും മുഖ്യമായൊരു കാര്യമാണ്. ഇല്ലെങ്കിലും ഉള്ളതുപോലെ എന്ന് പറയുന്നു. ദ്വൈതേന ഉപമീയമാനത്വം ദ്വൈതസ്യ പാരമാർത്ഥികമതി. ദ്വൈതം പോലെ എന്ന് പറഞ്ഞിരിക്കുന്നു. ദ്വൈതം വേണ്ടേ? ഒരാള് വർണ്ണിക്കുകയാണ്, ചന്ദ്രന് ഒരു മുഖത്തെ വർണ്ണിക്കുന്നു. ചന്ദ്രനെ പോലെ നിൻമുഖം. ചന്ദ്രനെ പോലെ എന്ന് പറയുമ്പോൾ ചന്ദ്രനൊന്ന് വേണമല്ലോ, ഇല്ലാത്ത ചന്ദ്രൻ പറയാൻ പറ്റും. ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് പറഞ്ഞാൽ മുഖമുണ്ട്, അത് ചന്ദ്രനെ പോലെയാണ്. അപ്പൊ ചന്ദ്രനെയും കൂടി അംഗീകരിച്ചാലേ ചന്ദ്രനെ പോലെ എന്ന് പറയാൻ പറ്റും. അതുപോലെ ദ്വൈതം ഇവ എന്ന് പറഞ്ഞാൽ ദ്വൈതത്തെ കൂടി അംഗീകരിക്കണം. ആണ് ദ്വൈതേന ഉപമീയമാനത്വ. ദ്വൈതസ്യ പാരമാർത്ഥ്യം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദ്വൈതവും ഉണ്ട് എന്ന് പറയേണ്ടി വരും. അപ്പം പറയുന്നിടത്തെല്ലാം അത് അങ്ങനെ വരും. അതിനെ പരമാർത്ഥികം എന്ന് വെച്ചാൽ അതിനെ സ്വീകരിക്കേണ്ടി വരും. ദ്വൈതത്തെ പോലെ കാണുന്നു, ദ്വൈതത്തെ പോലെ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ദ്വൈതത്തെയും അംഗീകരിക്കണം. ചന്ദ്രനെ പോലെ മുഖം എന്ന് പറയുമ്പോൾ ചന്ദ്രനെയും അംഗീകരിക്കേണ്ടി വരുന്നു. അതിനാണ് സമാനം പറയുന്നത്. അത് ശരിയല്ല. വാചാരംഭണം വികാരോ നാമധേയം. പലതവണ ഇത് വന്നിട്ടുണ്ട്. ഇത് ശ്രുത്യന്തര ഏകമേവ അദ്വിതീയം ആത്മീയവേദം സർവം ഇതിച്ച. ഏകമേവ അദ്വിതീയം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ദ്വൈതം പോലെ എന്ന് പറഞ്ഞ് ഒരു ദ്വൈതത്തെ സ്വീകരിക്കാൻ പറ്റില്ല. ആത്മീയവേദം സർവം എന്ന് പറഞ്ഞു. സർവാത്മാ ഏവ ഇവയെന്നല്ല പറയുക, ആത്മാവ് തന്നെ. ഇനി ഇങ്ങനെ ഒരു ദ്വൈതത്തെ സ്വീകരിക്കുന്നു, ദ്വൈതം പോലെ എന്ന് പറഞ്ഞിട്ട്. ദ്വൈതം ഇവ എന്നുള്ളതിന് വിപരീതാർത്ഥത്തിലിടുന്നു. തത്ര യസ്മാദ്വൈതമിവ തസ്മാദേവ ഇതരോ അസൗ പരമാത്മനഃ തുല്യഭൂതഃ ആത്മാ അപരമാർത്ഥ ചന്ദ്രാദിരിവ അപരമാർത്ഥഃ ചന്ദ്രാദിരിവ ഉദകചന്ദ്രാദി പ്രതിബിംബഃ. ഇവിടെ ഉദാഹരണമൊക്കെ അങ്ങനെ പറയാൻ പറ്റും. കാരണം ഈ ആത്മാവിന് എന്താ ഉപമ? ആത്മാവിന് തുല്യമെന്ന് ഏതിനെ പറയാനും?
തത്ര ഇവിടെ പറഞ്ഞു എന്താണ് എത്ര ഹി ദ്വൈതമേവ ഭവതി തദ് അതിന്റെ അർത്ഥമാണ് പറഞ്ഞു തത്ര യസ്മാത് ദൈവമിവ തസ്മാദേവ ഇതരോ അസോ പരമാത്മനഃ ദ്വൈതം പോലെ അനുഭവപ്പെടുന്നു. ഈ വ്യവഹാരത്തിൽ ഈ അനുഭവത്തിൽ ദ്വൈതം പോലെ അനുഭവപ്പെടുന്നത് കൊണ്ട് അസോ പരമാത്മനഃ ഇതരഃ ഖില്ലഭൂത ആത്മാ അപരമാർത്ഥഃ. അതുകൊണ്ട് ഖില്യഭൂതമായ ആത്മാവ് ജീവഭാവം അത് പരമാർത്ഥമല്ല. ചന്ദ്രാദിവ ഉദക ചന്ദ്രാദി പ്രതിബിംബ ചന്ദ്രനിൽ നിന്നും ജലചന്ദ്രത്തിൽ തുടങ്ങിയ പ്രതിബിംബങ്ങൾ ഉണ്ടാകുന്നത് പോലെ ഇതൊരു പ്രതിബിംബമാണ്. ഈ ജീവഭാവം പ്രതിബിംബമാണ്. പക്ഷെ അതിന് ഉപമയായിട്ട് ചന്ദ്രനും മറ്റും സ്വീകരിക്കാൻ പറ്റും. നിശ്ചയാണ് ചന്ദ്രപ്രതിബിംബം അസത്യമാണ്, ചന്ദ്രനും അസത്യം തന്നെ. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അല്ലാതെ ചന്ദ്രന്റെ പ്രതിബിംബം എന്ന് പറയുമ്പോൾ പ്രതിബിംബം അസത്യം, ചന്ദ്രൻ സത്യം എന്നുള്ള രീതിയിലല്ല. ദ്വൈതം ഇവ എന്ന് പറയുമ്പോൾ ചന്ദ്രനും ഉൾപ്പെട്ടു കഴിഞ്ഞു. ചന്ദ്രനും അസത്യമാണ്. എന്തിനാണോ ഉപമയായിട്ട് പറയുന്നത് അതും അസത്യമാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ഈ ജീവഭാവം ഇത് പരമാർത്ഥമല്ല. പ്രജ്ഞാനഘനം അത് പരമാർത്ഥമാണ്. അതിൽ പ്രകടമാകുന്നത് എന്തായാലും ശരി, അത് പരമാർത്ഥമല്ല. അതിന് പ്രജ്ഞാനഘനം പരമാർത്ഥമെന്ന് പറയുന്നതിന് വേറെന്താ ഉദാഹരണം? ഒരു ഉദാഹരണവും അതിന് ശരിയാകത്തില്ല. ചന്ദ്രനും ബിംബം പോലെ എന്ന് പറയാം, പക്ഷെ ചന്ദ്രനും പരമാർത്ഥമുണ്ടല്ലോ. ചന്ദ്രനെ പരമാർത്ഥമായി സ്വീകരിച്ചുകൊണ്ടല്ല പറയുന്നത്. പറയുന്ന ആൾക്കറിയാം ചന്ദ്രനും പരമാർത്ഥമല്ല. പക്ഷെ മറ്റൊരു ഉദാഹരണം ഇല്ല പറയാം. കാരണം പരമാർത്ഥം ഒന്നേ ഉള്ളൂ, രണ്ടില്ല. അത് തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത് വാർത്തയത്. അവിദ്യാമാത്രശേഷത്വം ജഗതപ്രാഗവാദിഷ നർത്തേ അവിദ്യാം കാര്യമിതം ഹീതി ഹേതോ അതപ്പരം. ഇവിടെ എത്ര ഹി എന്നെന്തിനു പറഞ്ഞു? അവിദ്യാമാത്രശേഷത്വം ജഗത പ്രാഗവാദിഷ. പ്രജ്ഞാനഘനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നു? ആ പ്രജ്ഞാനമല്ലാതെ രണ്ടാമതൊന്നില്ല. ഇത് അനുഭവപ്പെടുന്നതോ അത് സാധാരണ പറയാറോ അവിദ്യ മാത്രശേഷമാണ്. അത് അവിദ്യ എന്ന് ഗ്രഹിച്ചാൽ മതി, അല്ലെങ്കിൽ അവിദ്യാകാര്യമെന്ന് ഗ്രഹിച്ചാൽ മതി. അതാണ് എത്ര ഹി എന്ന് പറഞ്ഞത്. ഹേത്വർത്ഥത്തിലാണ് ഹി. ഹൃദയ അവിദ്യാം കാര്യമിതം. ഹീത് ഹേതൗ അതാ പദം. ഹി എന്ന് പറയുന്ന ഹേത്വർത്ഥത്തിനാണ്. അവിദ്യയില്ലാതെ ഈ കാര്യമില്ല. അതുകൊണ്ട് ദ്വൈതമേവ ഭവതി. എന്തുകൊണ്ട് ദ്വൈതം പോലെ തോന്നുന്നു? അവിദ്യ കൊണ്ട്. അവിദ്യയില്ലാതെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകത്തില്ല. എന്തായാലും അനുഭവം ഉണ്ടാകുന്നുണ്ട്.
ദ്വൈത അനുഭവം ഉണ്ടാകുന്നുണ്ട്. അനുഭവത്തിൽ ഒന്നുകൂടെ കൂട്ടിച്ചേർത്ത് പറയുന്നു ദ്വൈതം പോലെ. ദ്വൈതമല്ലെങ്കിലും ദ്വൈതം പോലെ. എന്തുകൊണ്ടങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നു? അതിന് പറയുന്നു അവിദ്യ. സ്വരൂപത്തെക്കുറിച്ചുള്ള അവിദ്യ. സ്വസ്വരൂപത്തെ അറിയാതിരിക്കുന്നുണ്ട്. അതാണ് ഹേത്വർത്ഥത്തിൽ ഹീതു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. പ്രപഞ്ച അനുഭവം പരമാർത്ഥ സത്യം, ഇതിന്റെ മധ്യത്തിൽ ഇതൂടെ വയ്ക്കണം അവിദ്യ. അവിദ്യ അവിടെ കടന്നു വരുന്നതുകൊണ്ടാണ് പരമാർത്ഥ സത്യം പ്രപഞ്ചമായി അനുഭവപ്പെടുന്നത്. അത് വ്യക്തമാക്കാം. സതോ അഭിവ്യഞ്ജകം മാനം സ്വഭാവം വിതേർഭവേത്. അവിദ്യായാ സ്വഭാവം അസത്കരണം വർഷ. ഇവിടെ ദ്വൈതം ഇവ, ദ്വൈതത്തിന്റെ അനുഭവമുണ്ട്, ദ്വൈതത്തെ പോലെ. അതിന് ഉദാഹരണം പറഞ്ഞു, ചന്ദ്രന്റെ സൂര്യന്റെ പ്രതിബിംബം പോലെ. ഇവിടെ അസത് അനുഭവം, ശരീരാദി അസത് വസ്തുക്കളുടെ അനുഭവം, ദ്വൈതമിവ എന്ന് പറയാം. ആ അനുഭവം അത് മാത്രമാണ് പറഞ്ഞത്. സത്തിന്റെ അഭിവ്യക്തിയുണ്ട്, സത്തിന്റെ അനുഭവമുണ്ട്. സത്തിന്റെ അനുഭവം ഉള്ളതുകൊണ്ടാണ് സത്തിനെ നമ്മൾ അന്വേഷിക്കുന്നത്. സത്ത് ചിത്താനന്ദം എന്നുള്ള രീതിയിൽ സത്ത് പ്രകാശിക്കുന്നതുകൊണ്ടാണ്. അതൊരു ഭാഗത്ത് സത്തിന്റെ അനുഭവമുണ്ട്, ചിത്തിന്റെ ആനന്ദമുണ്ട്, ആനന്ദത്തിന്റെ അനുഭവമുണ്ട്. നേരെ മറുഭാഗത്ത് എന്താണ്? അസത്തിന്റെ അനുഭവമുണ്ട്, പ്രപഞ്ചാനുഭവമുണ്ട്. സത്തിന്റെ അനുഭവം അസത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് പരസ്പര വിരുദ്ധമായ കാര്യമാണ്. സത്തിന്റെ അനുഭവം ഉണ്ടാകുന്നിടത്ത് എങ്ങനെ അസത്തിന്റെ അനുഭവം ഉണ്ടാകുന്നു? ഉണ്ടാകാൻ പാടില്ല. രജ്ജുവിന്റെ ജ്ഞാനം ഉണ്ടാകുന്നിടത്ത് സർപ്പത്തിന്റെ ജ്ഞാനം ഉണ്ടാകാൻ പാടില്ല. രജ്ജുവിന്റെ ജ്ഞാനം ഉണ്ടാകുന്നിടത്ത് സർപ്പത്തിന്റെ ജ്ഞാനം ഉണ്ടാകും ഇല്ല. എന്നാൽ സർപ്പത്തിന്റെ ജ്ഞാനം ഉണ്ടാകുന്നിടത്ത് രജ്ജുവിന്റെ ജ്ഞാനം ഉണ്ടാകും. അത് സംഭവിക്കും. സർപ്പത്തെ കാണുമ്പോൾ ഇതം അയം സർപ്പ എന്ന് പറയുമ്പോൾ ഇതം രൂപത്തിൽ ആ രജ്ജുവിനെ അറിയുന്നുണ്ട്. അറിയുന്നുണ്ടെങ്കിൽ സർപ്പത്തെ അറിയുന്നുണ്ട്, രണ്ടും അറിയുന്നുണ്ട്.
അപ്പോൾ ഇത് സർപ്പമാണ് എന്നുള്ള അനുഭവത്തെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാക്കാം. ഇത് സർപ്പമാണെന്നുള്ള അനുഭവത്തിൽ ഇത് രജ്ജുവാണെന്നുള്ള അനുഭവം പോലെ തന്നെ രജ്ജുവാണ് എന്നുള്ള അനുഭവത്തിൽ എങ്ങനെയാണ് അതിന് രജ്ജുവാണെന്നുള്ള അനുഭവം സത്യമായി അനുഭവപ്പെടുന്നത് പോലെ ഇത് സർപ്പമാണെന്നുള്ള അനുഭവത്തിൽ രജ്ജുവിന്റെ ജ്ഞാനമുണ്ട്. എങ്ങനെ? ഇത് രജ്ജുവാണെന്നറിയുമ്പോൾ എങ്ങനെയാണോ രജ്ജു ജ്ഞാനമുള്ളത് അതുപോലെ. അതിന് തർക്കമില്ലല്ലോ. ഇത് രജ്ജുവാണെന്നറിയുമ്പോൾ രജ്ജുജ്ഞാനമുണ്ട്. അതുപോലെ ഇത് സർപ്പമാണെന്നറിയുന്നിടത്തും രജ്ജുജ്ഞാനമുണ്ട്. അതിന് പറയും ഇതെന്തയാ അറിയുന്നു എന്ന് പറയും. ഇത് എന്നവിടെ ചൂണ്ടിക്കാട്ടി അറിയുന്നത് സർപ്പത്തെയല്ല, അതവിടെ ഇല്ലല്ലോ, രജ്ജുവിനെ തന്നെ അറിയുന്നു. ഇതെന്താ ഇങ്ങനെ? അങ്ങോട്ട് അറിവ് തന്നെ രണ്ടും കാണിക്കുന്നു. അയം സർപ്പ, ഇത് സർപ്പമാണ്. യം രജ്ജു, ഇത് രജ്ജുവാണ്. വാസ്തവത്തിൽ രണ്ടും എവിടെയാ? സ്വന്തം അറിവിൽ തന്നെ. ബാഹ്യമായ ഒരു നിമിത്തത്തെ ആശ്രയിച്ചുകൊണ്ട് സ്വന്തം അറിവിൽ ഇത് രണ്ടും പ്രകടമാകുന്നു. ഒരു സത്യജ്ഞാനം, ഒരു മിഥ്യാജ്ഞാനം. ഇത് ചിത്തിന്റെ സ്വഭാവമാണെന്നാണ് ഇവിടെ പറയുന്നത്. അത് സത്യമായ അനുഭവമാണെങ്കിൽ ശരി, അസത്യമായ അനുഭവമാണെങ്കിലും അവിടെ വെളിപ്പെടുന്ന ചിത്ത് തന്നെ, മറ്റൊന്നുമില്ല. ഏതനുഭവത്തിലായാലും ശരി. സത്തിന്റെ അനുഭവത്തിലായാലും ജഡത്തിന്റെ അനുഭവത്തിലായാലും വെളിപ്പെടുന്നത് സത്ത് തന്നെ. സത്തോ അഭിവ്യഞ്ജകം മാനം സ്വഭാവോയം മിതേർ ഭവേ. സത്തിനെ അഭിവഞ്ചിപ്പിക്കുന്നു. ഈ മാനങ്ങൾ എല്ലാം അയം മിതേഹി സ്വഭാവ, മിതിയുടെ സ്വഭാവമാണ്. അറിവ് തന്നെ പ്രകാശിപ്പിക്കുന്നു. സത്തിനെയും പ്രകാശിപ്പിക്കുന്നു, അസത്തിനെയും പ്രകാശിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് തീരുമാനം എടുക്കാൻ കഴിയാത്തത്. എന്താ ഇതൊക്കെ സത്താണോ അതോ ഇതൊക്കെ അസത്താണോ? പ്രപഞ്ച സത്താണെന്ന് പറയുന്നു, ചിലർ പറയുന്നു പ്രപഞ്ച അസത്താണ്. ഈ പ്രപഞ്ചം അസത്താണെന്ന് പറയുന്നവൻ എന്തിനെ ആശ്രയിച്ച് പറയുന്നു? രണ്ടുപേരായിക്കോട്ടെ, ഒരാള് സത്തെന്ന് പറയുന്നതാണ്, വേറൊരാൾ അസത്തെന്ന് പറയുന്നതാണ്. ഇത് അസത്തെന്ന് പറയുന്നവൻ എന്തിനെ ആശ്രയിച്ച് പറയുന്നു? സ്വന്തം ബോധത്തെ ആശ്രയിച്ചു. ഇത് സത്തെന്ന് പറയുന്ന മറ്റൊരുവൻ എന്തിനെ ആശ്രയിച്ച് പറയുന്നു? സ്വന്തം ബോധത്തെ ആശ്രയിച്ചു. ഇതെല്ലാം കേവലമായ ബോധത്തെ ആശ്രയിച്ചിട്ടല്ലേ. ആണ് സത്വാഭിവ്യഞ്ജകം മാനം സ്വഭാവം വ്യത്യർഭവം. സത്തിനെയും അസത്തിനെയും പ്രകാശിപ്പിക്കുന്നു. അത് ഈ ചിത്തിന്റെ സ്വഭാവമാണ്. അവിദ്യയ സ്വഭാവോയം അസത്കരണം മുഷ. അവിദ്യയുടെ സ്വഭാവമാണ് ഈ അസത്കരണം, മുഷായായ അസത്കരണം, മിഥ്യായ അസത്കരണം. എന്നുവെച്ചാൽ അസത് ബോധത്തെ ഉണ്ടാക്കിത്തരുക, അസത് സൃഷ്ടി. ഇതെല്ലാം ഈ ചിത്തിന്റെ തന്നെ സ്വഭാവമാണ്. പക്ഷെ ഇവിടെ അവിദ്യ എന്ന് പറയും. അവിദ്യയ സ്വഭാവം എന്ന് പറയും.
എന്തുകൊണ്ട്? ആ വിദ്യയും നമ്മൾ മുമ്പ് ചർച്ച ചെയ്തു. ചിത്തിൽ നിന്ന് അന്യമല്ല. ചിത്തിന്റെ തന്നെ ഒരു പ്രകാശമാണ്. അതുകൊണ്ടാണ് ഈ ചിത്ത് തന്നെ രണ്ടിനെയും പ്രകാശിപ്പിക്കുന്നത്. എന്താ? സർപ്പത്തെ കാണുന്ന അറിവുകൊണ്ടല്ലേ. രജ്ജുവിനെ കാണുന്ന അറിവുകൊണ്ട് തന്നെ അതുപോലെ തന്നെ സർപ്പത്തെയും കാണുന്നു. ഒന്നിനെ നമ്മൾ വിദ്യ എന്ന് പറയുന്നു, മറ്റൊന്നിനെ അവിദ്യ എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. രണ്ടും ചിത്തിന്റെ വിലാസമാണ്. വ്യത്യാസം എന്താ? ഈ ചിത്തിന്റെ തന്നെ വിലാസമാണ് വിദ്യയെ കാണിക്കുക, സത്തിനെ കാണിക്കുക, അസത്തിനെ കാണിക്കുക. അതിന് വിശേഷത എന്താണ്? ചിത്തിനൊരു സ്വഭാവമുണ്ട്. അതെപ്പോഴും പരമാർത്ഥ സത്യത്തെ വെളിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിൽ അനർത്ഥം, അസത്യം വെളിപ്പെടുന്നുണ്ട്, അത് ശരിയാ. അതിൽ നമുക്ക് പറയാം അതിൽ അവിദ്യ ഉണ്ടെന്ന് പറയാം, അതൊക്കെ ശരിയാ. പക്ഷെ ഇതെപ്പോഴും ആ പരമാർത്ഥത്തെ വെളിപ്പെടുത്താൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ ശ്രമത്തിനിടയിലാണ് ഇത് രണ്ടും വന്നുപെടുന്നത്. അതിന്റെ ശ്രമം പരമാർത്ഥത്തെ വെളിപ്പെടുത്താനാണ്. എന്ന് പറഞ്ഞാൽ രജ്ജു എന്നുള്ള ജ്ഞാനം ഉണ്ടാകുമ്പോൾ അവിടെ രജ്ജുവിന്റെ ബോധം തന്നെ. സർപ്പം എന്നുള്ള ജ്ഞാനം ഉണ്ടാകുമ്പോഴും അത് രജ്ജുവിന്റെ ബോധത്തെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. എന്തുകൊണ്ട്? ഇതം എന്ന് പറയും, ഇതാ ഇത്. എപ്പോഴും ആ അസത്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം പോലും സത്യത്തിലേക്ക് ആണ് നയിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അസത്യത്തെ അറിയുമ്പോൾ അസത്യം മാത്രമേ അറിഞ്ഞാൽ ഇതാ ഇത് സർപ്പമാണ് എന്നറിഞ്ഞാൽ മതി. പറഞ്ഞു വരുമ്പോൾ രണ്ടും ഒരുപോലെ തന്നെയാണ് ജ്ഞാനം. ജ്ഞാനം എന്നുള്ള നിലയ്ക്ക് അത് അസത്യത്തെ വെളിപ്പെടുത്തുമ്പോൾ സത്യത്തെയും വെളിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഇവിടെ വിശേഷിച്ച് പറയുന്നത്. ഇതൊക്കെ ചിത്തിന്റെ സ്വഭാവമാണ്. പക്ഷേ സത്യത്തെ വെളിപ്പെടുത്തുമ്പോൾ നമ്മളതിനെ ചിത്തം എന്ന് പറയും, വിദ്യ എന്ന് പറയും. അസത്തിനെ വെളിപ്പെടുത്തുമ്പോൾ നമ്മളതിനെ അവിദ്യ എന്ന് പറയും. ഒന്ന് തന്നെ. അത് വിദ്യയായി പ്രവർത്തിപ്പിക്കുമ്പോൾ, വെളിച്ചമായി പ്രവർത്തിക്കുമ്പോൾ അത് തന്റെ സ്വരൂപത്തെ പ്രകാശിപ്പിക്കും. അത് അവിദ്യയായി അതേ സത്യനെ പ്രവർത്തിക്കുമ്പോൾ അത് ഈ ലോകത്തെ പ്രകാശിപ്പിക്കും. പറഞ്ഞു സത്തോ അഭിവ്യഞ്ജകമാനം സ്വഭാവോയം മിഥ്യർഭയ അവിദ്യായ സ്വഭാവോയം യഥാസത്കരണം വർഷ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ അതിനോട് സമന്വയിപ്പിക്കുകയാണ്. രജ്ജുജ്ഞാനവും സർപ്പജ്ഞാനവും രണ്ടും ഭിന്നമാണെങ്കിലും യുക്തി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. രണ്ടും ഒരേ ഒരു ജ്ഞാനത്തിന്റെ തന്നെ പ്രകാശമാണ്. നമ്മൾ ധരിക്കുന്നത് പോലെ രണ്ടും വെവ്വേറെയാകാൻ വഴിയില്ല. അതുകൊണ്ട് ദ്വൈതത്തെ സംബന്ധിച്ച് പറയാം, എന്താണത്? അവിദ്യ പ്രകാശിപ്പിക്കുന്നതാണ്. അദ്വൈതത്തെക്കുറിച്ച് പറയാം, അത് അറിവ് പ്രകാശിപ്പിക്കുന്നതാണ്.
അങ്ങനെ പറയാറുണ്ട്. പക്ഷെ രണ്ടിടത്തും ഒരു ചിത്തിന്റെ പ്രകാശം തന്നെയാണ്. അതുകൊണ്ട് ദ്വൈതം ഉണ്ടെന്ന് കരുതുന്നില്ല. പിന്നെയോ ദ്വൈതം പോലെ എന്ന് കരുതിയാൽ മതി. ഉണ്ടെങ്കിൽ പിന്നെ അതിനെ നശിപ്പിക്കാൻ പറ്റത്തില്ല. ഇല്ലാത്തതിനെ മാത്രമേ നശിപ്പിക്കാൻ പറ്റൂ. ഇല്ലാത്തതിനെങ്ങനെ നശിപ്പിക്കും? ഉള്ളതുപോലെ പ്രതീതമാകുന്ന ഇല്ലാത്തത്. അല്ല, ഇല്ലാത്തതിനെ നശിപ്പിക്കാൻ കഴിയും. ഇല്ലാത്തത് ഉള്ളതുപോലെ പ്രതീതമായ എന്ത് ചെയ്യും? അത് നശിപ്പിക്കുമെന്ന് പറയും. ആ യുവ ശബ്ദത്തെ വ്യാഖ്യാനിക്കുന്ന. അപ്പോ ചന്ദ്രനെ പോലെ എന്ന് പറയും. ചന്ദ്രനും ഇല്ലാത്തത് തന്നെ. പ്രതിബിംബം നശിക്കുന്ന പോലെ തന്നെ ആ ബിംബവും നശിക്കും. അതുകൊണ്ട് ഇല്ലാത്തത് പോലെ എന്ന് പറഞ്ഞു. അവിടെ ഏതെങ്കിലും ഒരു തരത്തിൽ ദ്വൈതത്തെ അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കും. എന്നാലും ഭാഷ ഇങ്ങനെ പ്രയോഗിക്കാൻ പറ്റും. ചോദ്യം വാ പരിഹാരവും വാ ക്രിയതാം ദ്വൈത ഭാഷ. ദ്വൈത ഭാഷയിൽ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. അതുകൊണ്ട് പ്രതിബിംബം ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കും. പ്രതിബിംബം ഇല്ലാത്തതാണെന്ന് പറഞ്ഞാൽ അതും അംഗീകരിക്കും. ബിംബം ഉള്ളതാണെന്ന് പറഞ്ഞാൽ അതും അംഗീകരിക്കും. ബിംബം ഇല്ലെന്ന് പറഞ്ഞാൽ അതും അംഗീകരിക്കും. എന്തുകൊണ്ട്? ഇതെല്ലാം ആ ചിത്തിന്റെ തന്നെ വിലാസമാണ്. അത് വിദ്യാരൂപത്തിലും അവിദ്യാരൂപത്തിലും പ്രകാശിക്കുന്നു. ആ വിദ്യാരൂപത്തിൽ അതിനെ കാണുമ്പോൾ നമ്മൾ ഒന്ന് പറയും, വിദ്യാരൂപത്തിൽ കാണുമ്പോൾ അതിനെ മറ്റൊന്ന് പറയും. ഉക്തഹേത്വർത്ഥ ദീപ്യേത ധീതി തസ്യ നിവാദ